ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ശരവണ ഭവനിലെ തക്കാളി ചട്നി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അതിനുവേണ്ടി നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂണോളം ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം. കരിഞ്ഞു പോവാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു കളർ ചേഞ്ച് വരുന്നോടം വരെ ഒന്ന് ഇളക്കണം. അതിലേക്ക് നമ്മൾ ഒരു 4 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഒരു 15 തൊട്ട് 20 വരെ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. സവാളയും എടുക്കാം, പക്ഷേ ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ. നമ്മൾ ഈ ഉള്ളിയൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവുന്നോടം വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. വഴറ്റി കൊടുക്കുമ്പോൾ ആ ഉഴുന്ന് പരിപ്പും ചേർത്ത് ഇളക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതിലേക്ക് നമ്മൾ 2-3 തക്കാളി ഇട്ട് കൊടുക്കാം. ഇത് അത്യാവശ്യം വലിപ്പമുള്ളത് കൊണ്ട് 2 തക്കാളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ തക്കാളി എപ്പോഴും അടച്ചു വെച്ച് വേവിക്കണം സിമ്മിൽ. ഞാൻ ചെറുതായിട്ട് കനം കുറഞ്ഞാണ് അരിഞ്ഞേക്കുന്നത് കേട്ടോ. അതുകൊണ്ട് വേഗം തന്നെ ഇത് വേവാൻ ചാൻസ് ഉണ്ട്. അടച്ചു വെക്കുമ്പോഴും ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഏകദേശം തക്കാളി കുക്കായിട്ടുണ്ട്. നന്നായി ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇതിലോട്ടേക്ക് ഞാൻ ചേർക്കുവാണ്. അല്ലെങ്കിൽ മിക്സിയിൽ അടിക്കുമ്പോഴായാലും ആ ജാറിനകത്ത് കുറച്ച് ഇട്ട് കൊടുത്താലും മതിയാകും. അപ്പം ഇതിലേക്ക് തന്നെ ഞാൻ 2 ടീസ്പൂണോളം ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ മല്ലിയിലയും ഇട്ട് കൊടുക്കും. കുറച്ച് ഇട്ട് കൊടുക്കാവൂ കേട്ടോ. മല്ലിയില അധികം ഇട്ട് കഴിഞ്ഞാൽ തക്കാളി ചട്നി ആ കളർ അങ്ങ് മാറിപ്പോകും കേട്ടോ, ചേഞ്ച് ആയിപ്പോകും. അതുകൊണ്ട് ഇത്ര മതിയാവും. ഒരു ടേസ്റ്റിന് വേണ്ടിയാണ് നമ്മൾ മല്ലിയില ആഡ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഈ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ ചൂടിൽ നിന്ന് തന്നെ അത്യാവശ്യം ഒരു വേവ് ഉണ്ടാവും ക്യാരറ്റിനും മല്ലിയിലയ്ക്ക്. ഇത് മതിയാവും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്താലും മതിയാവും. ഞാൻ ജസ്റ്റ് ഇതിനകത്ത് ഇട്ട് കൊടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിത് നേരെ നമ്മളൊരു ജാറിലോട്ട് മാറ്റണം. ഭയങ്കര ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ആവശ്യത്തിന് ഉപ്പും എരിവൊക്കെ ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യണം. അപ്പം നമുക്കിത് അരച്ചിട്ട് വരാം. അപ്പം ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസി വേണം. അതുപോലെ തന്നെ നമ്മളിതിനകത്ത് വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. വെള്ളം ഇല്ലാതെ തന്നെ അടിച്ചെടുക്കണം. വീണ്ടും നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. സാധാരണ കടുക് പൊട്ടിക്കുന്ന രീതിയിൽ തന്നെ കടുക് പൊട്ടിച്ച് പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഒരു കളറിന് വേണ്ടിയാണ് കേട്ടോ ഞാൻ കാശ്മീരി ചില്ലി ഇട്ടേക്കുന്നത്. ചിലർ അതിനകത്തോട്ട് കായപ്പൊടി ഇട്ട് കൊടുക്കും.
ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ച ആ ഒരു അരപ്പ് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. വെള്ളമൊന്നും ഒഴിക്കരുത്. അപ്പോൾ നമ്മുടെ തക്കാളി ചട്നി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും കേട്ടോ നമുക്ക് കിട്ടുക. വെള്ളമൊന്നും ഒഴിക്കാത്തതുകൊണ്ട് അത്യാവശ്യം തിക്കായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ ആ ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ബൈ ഓൾ.